കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാതോർത്ത് ഏഴാം നാളും കേരളം. തർക്കങ്ങൾ പരിഹരിച്ച് ഇന്നോ നാളെയോ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്ന പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് സൂചന. സോണിയാഗാന്ധിയുമായും ഘടകകക്ഷികളുമായും ആശയവിനിമയം നടത്തിയ ശേഷമാകും പ്രഖ്യാപനം നടത്തുക. തീരുമാനം വൈകുന്നതോടെ നിരാശയിലാണ് പ്രവർത്തകരും നേതാക്കളും. വിനിത വിജി, ഷഫീദ് റാവുത്തർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. വിനിതയിലേക്ക് കാണാം. വിനിത, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്ക് തുടങ്ങി 7 മണി 3 മണിക്കൂർ കമ്പോട് കമ്പ് ചർച്ചയായിരുന്നു. അത് കഴിഞ്ഞ് തീരുമാനം പ്രതീക്ഷിക്കപ്പെട്ടു. ഒന്നും സംഭവിച്ചില്ല. തീരുമാനം പിന്നത്തേക്ക് മാറ്റുകയായിരുന്നു. പിന്നത്തേക്ക് എന്നുള്ളത് ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ വിനിത? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ക്രിസ്റ്റീന, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ആ ചർച്ചകൾ ഇന്നലെ കൃത്യം 4 മണിയോടുകൂടി തന്നെ ഖർഗെയുടെ വസതിയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂർ കഴിയുന്നു. അപ്പോൾ എല്ലാ നേതാക്കളും ഒന്നിച്ചിരുന്നിക്കൊണ്ടുള്ള ഒരു ചർച്ച എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത 2-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതൃത്വം കാണുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാന ലാപ്പിലേക്ക് ആ ചർച്ച എത്തുമ്പോഴും ഉടൻ തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ എന്ന നിലയിലേക്കൊക്കെ ഖർഗെയുടെ വസതിക്ക് മുൻപിൽ അവരുടെ സെക്യൂരിറ്റി ഒക്കെ എത്തുകയും മാധ്യമങ്ങളെ കാണും, നേതാക്കളെന്നൊക്കെ അറിയിക്കുകയും ചെയ്തു. ഏതാണ്ട് ഏറെക്കുറെ നമ്മൾ ഉറപ്പിച്ചതാണ് ഇന്നലെ അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ ഫ്ലെക്സി യുദ്ധത്തിലേക്ക് അടക്കം ഒരു നിലപാട് അറിയിച്ചു എന്നുള്ളതല്ലാതെ അതിലപ്പുറം ആരാണ് ഈ മൂവരിൽ മുഖ്യൻ ആര് എന്ന ആ ചോദ്യം അപ്പോഴും ബാക്കി തന്നെ ആവുകയാണ്. അതിൽ ഇന്നലെ ദീപാദാസ് മുൻഷിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നമ്മൾ അവരോട് തന്നെ ചോദിച്ചതാണ് ഈ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ കൃത്യമായി പറഞ്ഞത് 23 വരെ ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ, ഏതാണെങ്കിലും അതനുസരിച്ച് നമ്മൾ പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കിപ്പോഴും ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും അടുത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടു കൂടിയോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലേക്കൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും ഹൈക്കമാൻഡിനെയും ആശയക്കുഴപ്പത്തിലേക്കാക്കുന്നത് ഈ 3 പേർക്കും കൃത്യമായിട്ടുള്ള അർഹതയുണ്ട്. അവർ 3 പേരും അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ 3 പേരും മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഏത് മാനദണ്ഡമാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും അന്തിമഘട്ടത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യം. ഇന്നലെ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ നേതാക്കളുമായി സംസാരിച്ചതാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയാൻ കഴിയുന്നത് സോണിയാഗാന്ധിയുടെയും ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ കൂടിയൊക്കെ ഒരു അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇന്നലെ ഈ കൂടിക്കാഴ്ചകൾ നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒരു അതൃപ്തിയടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ ഈ ഫ്ലക്സുകൾ സ്ഥാപിക്കുകയും അത് ഒരു ഫ്ലക്സ് യുദ്ധത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ചില നേതാക്കളോട് വലിയ താല്പര്യമുണ്ടാകും. പക്ഷെ അത് പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ ഇത്ര വലിയൊരു വിജയം, ഒരു മിന്നും വിജയത്തിലേക്കൊക്കെ എത്തുമ്പോഴും ആ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്ക് അത് മാറുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അടക്കം ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും അതൊക്കെ തന്നെ മാറ്റണം എന്ന് നേതൃത്വം ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഖ്യാപനത്തിലേക്ക് ഉടൻ കടക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് അറിയാൻ കഴിയും. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഹാഷ്മി. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് ഷഫീദ് റാവുത്തറിലേക്കാണ്. തിരുവനന്തപുരത്താണ് ഷഫീദ് ഉള്ളത്. ഷഫീദ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ആ സോക്കോൾഡ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ 7-ാം നാളിലേക്ക് നീളുകയാണ്. ഡൽഹിയിൽ നിന്ന് ചില വിവരങ്ങൾ ഇന്നലെ അറിഞ്ഞു. ഈ അവസാനം ഇന്നലെ പൊട്ടിക്ക് സ്വാമി എന്ന് ജനങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇത്രയും സൗന്ദര്യം വേണ്ടായിരുന്നു, ലേശം കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാവുന്നത്? ഈ ഫ്ലക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. ഏതായാലും കേരളത്തിൽ നിന്ന് കാര്യമായിട്ട് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എല്ലാം ഡൽഹിയിൽ നിന്ന് വരണം എന്നുള്ളതാണ് അവസ്ഥ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് നമ്മൾ തെരുവുകളിൽ ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നമ്മൾ കണ്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒരു വലിയ വിജയം നേടി, അതല്ലെങ്കിൽ ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ അവർക്ക് ആശ്വസിക്കാൻ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ശേഷവും മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ മാത്രം അവർക്ക് ഏതെങ്കിലും തരത്തിൽ സന്തോഷിക്കാനുള്ള വക ഇനിയും കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ KPCC ആസ്ഥാനത്തിന് മുൻപിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വലിയ ഫ്ലെക്സ് യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ ഫ്ലെക്സുകളൊക്കെ മാറ്റിയിരുന്നു. ഇന്നലെ സംയുക്തമായി 3 പേരും, KC വേണുഗോപാലും അതേപോലെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇവിടേക്ക് എത്തി. അവർ ഈ പറയുന്ന ഒരു ആഹ്വാനം സംയുക്തമായി ഡൽഹിയിൽ നടത്തിയതിന് പിന്നാലെ ഇവിടുത്തെ മുഴുവൻ ഫ്ലെക്സുകളും അത് മാറ്റിയത് നമ്മൾ കണ്ടതാണ്. വെള്ളയമ്പലം സിഗ്നലിലെ ഫ്ലെക്സുകളായിരുന്നു പ്രധാനമായും വിവാദമായത്. ഹാഷ്മിക്ക് കഴിഞ്ഞ ദിവസം അറിയാം, കാരണം അവിടേക്ക് ഈ ഫ്ലെക്സിൽ തുപ്പുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. വിവാദമായിട്ടുള്ള ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി അത്തരത്തിലുള്ള പരസ്യ പ്രകടനം, പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകരുതെന്നുള്ള കർശനമായ
കൃത്യമായിട്ടുള്ള നിർദ്ദേശം അത് 3 നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് സംയുക്തമായി ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ അപ്പോഴും ഒരേ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത് എങ്ങനെ സമവായം ഉണ്ടാകും, മാത്രവുമല്ല ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇന്നലെ ഈ പ്രഖ്യാപനം കാത്ത്, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഈ പറയുന്ന തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ദിരാഭവനിൽ ഈ പ്രവർത്തകർ ഒരു പോളിംഗ് ഡേ അല്ലെങ്കിൽ കൗണ്ടിംഗ് ഡേ പോലെ തന്നെ സമാനമായി TV-യിലൊക്കെ ഇരുന്ന് വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്നത് കണ്ടു. അതിനൊക്കെ അപ്പുറം ഒരു പടി കടന്ന് ഇന്ദിരാഭവനിലേക്ക് കേക്കുമായി എത്തിയ ഒരു പ്രവർത്തകരെയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയധികം ആ ക്യാമ്പ് മുഴുവൻ KC ക്യാമ്പായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ പരസ്യമായി തന്നെ പറഞ്ഞു KC വേണുഗോപാലിനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവർ ആ KC ക്യാമ്പായിരുന്നു. അവർ ഈ കേക്കൊക്കെ മേടിച്ച് ഇന്ദിരാഭവനിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ തീരുമാനം ഉണ്ടായില്ല. കോൺഗ്രസ് ആണ് ആ തീരുമാനം ഇനിയും വൈകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുൻപിലുള്ളത്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രവർത്തകർ. അപ്പോഴും എന്താണ് സത്യപ്രതിജ്ഞ, എങ്ങനെയായിരിക്കും സമവായം, ആരായിരിക്കും മുഖ്യമന്ത്രി, മറ്റു നേതാക്കളെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിങ്ങനെ ഉയരുന്നുമുണ്ട്. ഹഷ്മി, ക്രിസ്tina. ഷഫീദ, വിനീതയെ കുറിക്കപ്പെടുന്നു. വിനീത, ഇപ്പം നമ്മൾ ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം 3 നേതാക്കളെയും വളരെ അടുത്ത ആൾക്കാരും ഇവിടെ ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ 3 പേരും ഇപ്പോഴും സ്റ്റിൽ വലിയ പ്രതീക്ഷയിലാണ്. 3 പേരും ഞങ്ങളുടെ നേതാവ് തന്നെ മുഖ്യമന്ത്രി എന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 3 പേർക്കും ഒരേപോലെ പ്രതീക്ഷ കൊടുക്കുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഘടകകക്ഷി നേതാക്കളോട് ഒരിക്കൽ കൂടി ഒരു ആശയ സംവാദം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ KPC ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവരോട് നിലപാട് ആരാഞ്ഞതാണ്. ഒരിക്കൽ കൂടി അവരോട് സംവദിക്കണമെങ്കിൽ അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ട എന്തോ ഒരു തീരുമാനമാണ് എന്ന് കരുതേണ്ടി വരുമോ വിനീത? ഹഷ്മി, തീർച്ചയായും ഇന്നലെ ഈ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പോലും 3 നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഒരുപക്ഷെ ഒരു ശരീരഭാഷയൊക്കെ വെച്ച് നമുക്ക് ആർക്കതൊരു പോസിറ്റീവ് ആകും എന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. കാരണം 3 പേരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിൽ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സീനിയോറിറ്റി പരിഗണിക്കണമെന്ന് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇത്തരത്തിലേക്കുള്ള കർണാടകയിലെ കടക്കം ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് MLA-മാർ ഏറ്റവും കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ആരെ പിന്തുണയ്ക്കുന്നു, അവർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചു വന്നിരുന്ന ഒരു കീഴ്വഴക്കം. അതേ കീഴ്വഴക്കം തന്നെ ഈ ഘട്ടത്തിലും പാലിക്കണമെന്നൊരു ആവശ്യമാണ് KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ VD-യിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ജനവികാരം, അത് തനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് തന്നെ തന്നെ പരിഗണിക്കണമെന്നൊരു ആവശ്യം VD-യും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഒരു മിന്നും വിജയം, അതിൽ തന്റെ കഠിനാധ്വാനം ചെറുതല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് കാര്യത്തിനാണ്, ഇതിൽ ഏത് മാനദണ്ഡമാണ് അവർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അവർ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഘടകകക്ഷികളുടെ അടക്കമുള്ളൊരു അഭിപ്രായം കൂടി ആരായേണ്ടതായിട്ടുണ്ട്. അതിൽ ലീഗ് അടക്കം വലിയ പിന്തുണ ഇതിനോടകം തന്നെ VD സതീഷിന് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഒരു സമ്മർദ്ദത്തിലേക്ക് വഴങ്ങുന്ന തരത്തിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ചില ഘട്ടങ്ങളിൽ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത് ഈ വഴിയോരങ്ങളിൽ നമ്മൾ, അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ നമ്മൾ കാണുന്ന വലിയ ശക്തി പ്രകടനങ്ങൾ, ഒരു നേതാവിന് വേണ്ടിയിട്ടുള്ള വലിയ ആഘോഷങ്ങൾ, ഇതൊക്കെ ഹൈക്കമാൻഡ് കാണുന്നത് ഒരു അച്ചടക്ക ലംഘനം എന്ന തരത്തിലേക്കുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഒരു ശക്തി പ്രകടനമോ അല്ലെങ്കിൽ കുറേ ആളുകളെ കൂട്ടിക്കൊണ്ട് ഉള്ളൊരു നടപടിക്രമങ്ങളോ ഒക്കെ ആയിട്ട് ഒരു നേതാവ് മുന്നോട്ട് വരികയാണ് എങ്കിൽ മറ്റ് സംസ്ഥാനത്തും സമാനമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഹൈക്കമാൻഡ് തല കുനിച്ചു കൊടുക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യമാണ് ഹൈക്കമാൻഡിനുള്ളിൽ ഉയരുന്നതെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി ഈ ഘട്ടത്തിൽ തേടും എന്നുള്ള ചില സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊക്കെ തന്നെ വളരെ കൃത്യമായി പരിഗണിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതാണെങ്കിലും ആരാകും ആ മുഖ്യമന്ത്രി എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയണം. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ പെരുന്നാളിന് പിറ കാണുന്ന പോലെ ആയല്ലോ എന്ന് പറയുന്നുണ്ട്. കാത്തിരുന്ന് പുഴ വലിഞ്ഞെന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ഇതെപ്പോൾ വരുന്നൊരു പിടുത്തമില്ല. റഫീഖ് പറയുന്നു, എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഈ വോട്ടിട്ട് ജയിപ്പിച്ച ജനം തന്നെ തലയിൽ കൈ വെച്ച് ആലോചിക്കും എന്തിനാ വേണ്ടായിരുന്നു എന്ന്. അതിന് മുകളിൽ ധന്യ പറയുന്നു, VS മാരാരിക്കുള്ള തോറ്റ വർഷം ഗൗരിയമ്മയെ ഒഴിവാക്കി മുഖ്യമന്ത്രി തീരുമാനിക്കാൻ എത്ര ദിവസം എടുത്തിരുന്നു, അത്രയും ദിവസം ആയിട്ടില്ല ഇപ്പോൾ എന്നൊക്കെ ചരിത്രത്തിലേക്കൊക്കെ ഊളിയിടുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നു. ഷഫീദ്, അപ്പോൾ ഈ നമ്മൾ പോയ 2-3 ദിവസം കണ്ടത് തെരുവിലെ പ്രതിഷേധം, ഫ്ലക്സ് കീറൽ, ഫ്ലക്സിൽ തുപ്പൽ ഒക്കെയാണ് കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ നേതാക്കളുടെ ഐക്യ പ്രസ്താവന കാരണം ചിലപ്പോൾ അതുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഒരു പ്രഖ്യാപനം ഉണ്ടായാലും സമാനമായ പോസിബിലിറ്റികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഈ നോട്ടീസ് കൊടുക്കുക, നേതാക്കളെ പുറത്താക്കാൻ തീരുമാനിക്കുക എന്നൊക്കെ കൊണ്ട് അതിൽ നിൽക്കുമെന്ന് KPC കരുതുന്നുണ്ടോ ഷഫീദ്?
ഹഷ്മി, ഇക്കാര്യത്തിൽ ഇന്നലത്തെ നേതാക്കളുടെ ശരീരഭാഷ ഒരുമിച്ചുള്ള വരവ്, അതായത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നിന്നുള്ള KPCC പ്രസിഡന്റും അതേപോലെ സംഘടനാ ചുമതല, കേരളത്തിലെ ചുമതലയുണ്ടായിരുന്ന ദീപദാസ് മുൻഷി അടക്കം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന 3 പേരടക്കമുള്ള നേതാക്കൾ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു വിഷ്വലുണ്ട്. ആ വിഷ്വൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇവർ ഐക്യമായി എടുത്ത തീരുമാനമല്ല. പകരം ആ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കേരളത്തിലെ സാഹചര്യം AICC നിരീക്ഷകരും ദീപദാസ് മുൻഷിയും വിവരിച്ചതടക്കമുള്ള കാര്യങ്ങൾ കണ്ടും അറിഞ്ഞതിന് ശേഷം അവരെ കർശനമായിട്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരുവിലെ പോര് അവസാനിപ്പിക്കണം, മാത്രവുമല്ല നേതാക്കൾ ഈ രീതിയിൽ പ്രവർത്തകരെ കയറൂരി വിടരുതെന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനം അത് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ അത്രയും പേർ 3 പേരും സംയുക്തമായി വരികയും അതേപോലെ തന്നെ അക്കാര്യത്തിൽ പ്രവർത്തകരോട് നിയന്ത്രിക്കണം അല്ലെങ്കിൽ നിയന്ത്രണം കാണിക്കണം, ഏതെങ്കിലും തരത്തിൽ തെരുവിലിറങ്ങരുത്, ഫ്ലെക്സ് വെക്കരുത്, ചേരിതിരിഞ്ഞുള്ള അരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആഹ്വാനം ചെയ്യാനുള്ള കാരണം അതാകാനേ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 കൂട്ടരും ഇപ്പോഴും അവരുടെ 3 ക്യാമ്പും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഉറച്ച ആത്മവിശ്വാസത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർ വിട്ടുകൊടുക്കാനില്ല എന്ന നിലപാടിൽ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ സംസാരിക്കുമ്പോഴും അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കുമ്പോഴും ഒക്കെ അവരുടെ മെറിറ്റ് അതല്ലെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിൽ KC വേണുഗോപാൽ, MLA മാർ, അതേപോലെ തന്നെ MLA മാരുടെ പിന്തുണ, അതേപോലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള തോൽവി ഭയക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തേതാകട്ടെ കേരളത്തിൽ ഹൈക്കമാൻഡിനും അതേപോലെ തന്നെ KC വേണുഗോപാലിനുമെതിരെ നടത്തിയിട്ടുള്ള തെരുവിലെ പ്രകടനമടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. VD-യെ സംബന്ധിച്ച ഘടകകക്ഷികൾ അത് പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഘടകകക്ഷികളെ കേൾക്കാനുള്ള തീരുമാനം. അതേസമയം രമേശ് ചെന്നിത്തലയാകട്ടെ ഈ വിഷയങ്ങളിലൊന്നും പരസ്യമായി പോരടിക്കാൻ താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു മെറിറ്റാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ 3 സാഹചര്യങ്ങളും ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി 3 നേതാക്കളോടും 3 നേതാക്കളും മെറിറ്റ്ഫുൾ ആണ്, 3 പേർക്കും അതിനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ പോയാൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ലല്ലോ, മറിച്ച് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വേണം. സർക്കാർ രൂപീകരിക്കൽ ഇനിയും വൈകിക്കൂടാ. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും തർക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാലും നമുക്കറിയാം കോൺഗ്രസ് ആണ് പാർട്ടി, ആ പാർട്ടിക്കുള്ളിൽ ഉടലെടുക്കാനുള്ള പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. ഈ ക്യാബിനറ്റ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് സമവാക്യം എന്നൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ നേതാക്കൾ അവർ മുന്നോട്ട് വെക്കുന്ന ഫോർമുല എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഒരു പ്രാഥമിക തീരുമാനം അത് ഡൽഹിയിൽ നിന്നുണ്ടായിട്ട് വേണം കേരളത്തിലേക്ക് നേതാക്കൾ തിരികെ കേരളത്തിലേക്ക് പൂർണ്ണമായും നേതാക്കൾ എത്തി ഈ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തലവേദനയാണ്. ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 10 വർഷം വെറുതെ ഇരുന്ന് അവസാനത്തെ 1 വർഷമെങ്കിലും ഇതിലൊക്കെ ഒരു തീരുമാനം എടുത്തുകൂടെ എന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രോളായിട്ടും സീരിയസ് ആയിട്ടും ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഒരു പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ പരിഹരിച്ചേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഹഷ്മി, ക്രിസ്tina. അതിന്റെ വരുന്നൊരു വാർത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനൊപ്പം ഒഴിവാക്കപ്പെടുന്ന നേതാക്കൾക്ക് പാക്കേജ് പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ്. ഒരു പുനരധിവാസ പാക്കേജ് പോലെ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാനാണ് ആ പാക്കേജ് പരിഗണിക്കുന്നത്. വകുപ്പ് വിഭജനത്തിൽ പ്രധാന വകുപ്പുകൾ നൽകി പ്രതിഷേധം ശമിപ്പിക്കാനാണ് നീക്കം എന്നുകൂടി അറിയുന്നുണ്ട്. അപ്പോൾ ആരാണ് ബാക്കി മൊത്തം 3 നേതാക്കളാണ്. മുഖ്യമന്ത്രി ആരാണോ ആവുന്നത്, ബാക്കി 2 പേർക്ക് ഈ പറയുന്ന ഒരു സ്പെഷ്യൽ പാക്കേജ്. അപ്പോൾ വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, ഈ പറഞ്ഞതുപോലെ ഈ നേതാക്കളുടെ മെറിറ്റിലൊന്നും ആർക്കും സംശയമില്ല. അവർക്ക് 3 പേർക്കും 3 രീതിയിലുള്ള മെറിറ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ഒരാളായിരിക്കണം മുഖ്യമന്ത്രി. ഭരണകാര്യങ്ങൾ ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു. കാവൽ മന്ത്രിസഭയ്ക്ക് തുടരാനാവില്ല. അപ്പോൾ ഒരാളെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഇപ്പോൾ ആ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്പെഷ്യൽ പാക്കേജ് മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുനയിപ്പിക്കാനുള്ള ആ ഒരു ശ്രമത്തിലേക്ക് എങ്ങനെ പോകും? തീർച്ചയായും ക്രിസ്tina സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരുപക്ഷെ അത്തരത്തിലേക്കൊരു പാക്കേജ് അടക്കം നൽകിക്കൊണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർക്ക് നൽകി ഒരു സമവായത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കാൻ ഉള്ളൊരു നീക്കം തന്നെയായിരിക്കണം ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ VD സതീശനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ VD സതീശൻ ഒരുപക്ഷെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ താൻ ക്യാബിനറ്റിലേക്ക് ഉണ്ടാവില്ല എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. ഇന്നലെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഏറ്റവും അടുത്ത വൃത്തങ്ങളുമൊക്കെയായി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറെക്കുറെ അത്തരത്തിലേക്കൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹവും ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ 2 പേരും ഇന്നലെ ഈ കാര്യങ്ങൾ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ ആവർത്തിച്ചു എന്നും നമുക്ക് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിക്കണമെങ്കിൽ, കാരണം ഇനിയും ഈ ജനങ്ങളെ നമുക്കിങ്ങനെ വീണ്ടും കാത്തിരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്ക് എത്രയും വേഗം എത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം നൽകിക്കൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അടക്കം നൽകിക്കൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും
ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഒപ്പം തന്നെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടിലേക്കടക്കം ഒരു മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വലിയൊരു സമ്മർദ്ദത്തിലേക്ക് വഴങ്ങിയെന്നു, അല്ലെങ്കിൽ ഘടകകക്ഷികൾ ഒരു സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിന് മുന്നിൽ ഹൈക്കമാൻഡ് തലകുനിച്ചു, അങ്ങനെയുള്ളൊരു സന്ദേശം അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലും എത്താത്ത രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാടിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ജനവികാരമടക്കം മാനിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറെക്കുറെ ഇന്നലെ 2 മണിക്കൂറോളമാണ് ഈ ഓരോ നേതാക്കളുമായിട്ടുള്ള ചർച്ച. ഏതാണ്ട് 3-3.5 മണിക്കൂറോളം ചർച്ച നീണ്ടു. അതിൽ ആദ്യ മണിക്കൂറുകളിൽ എല്ലാ നേതാക്കളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ചർച്ച, പിന്നീട് ഏതാണ്ട് 2 മണിക്കൂറോളം ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു ചർച്ചയാണ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ എല്ലാവരുടെയും മെറിറ്റുകൾ അവർ കേട്ടു, അവരുടെ ഭാഗങ്ങൾ വളരെ വിശദമായി തന്നെ കേട്ടു. ഇനി എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തി ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതാണെങ്കിലും ആ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നേതാക്കൾ ഡൽഹി വിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രഖ്യാപനം എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന നിലയിൽ അത് അംഗീകരിക്കും എന്നൊക്കെയാണ് ഇന്നലെ നേതാക്കൾ ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദീപാദാസ് മുൻഷിയാണ് അക്കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഖർഗെയും രാഹുൽ ഗാന്ധിയും കൂടി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഇവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വിജയത്തിലേക്ക് എത്തിയപ്പോൾ വലിയ നമ്മൾ കണ്ടതാണ് മണിക്കൂറുകളോളം നീണ്ട ചർച്ച, സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതും ഇങ്ങനെ മണിക്കൂറുകളോളം നീളുന്നു. ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായിട്ടുള്ളൊരു സന്ദേശത്തിലേക്കടക്കം പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് നേതാക്കൾക്കിടയിൽ ഒരു സമവായത്തിലേക്ക് എത്തി അവരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഒരുപക്ഷെ അതിന്റെ കൂടി ഭാഗമായിരിക്കണം ഇത്തരത്തിലേക്കുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് എന്ന നിലയിലേക്കൊക്കെ തന്നെ ഹൈക്കമാൻഡ് ഒരു നീക്കം നടത്തുന്നത്. പക്ഷേ ഈ സ്പെഷ്യൽ പാക്കേജ് കൊണ്ട് നേതാക്കൾ തൃപ്തരാകുമോ എന്നുള്ളതാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.